ഹായ്, സഹദേവ് മാഷാണ്. ജോമെട്രിക്കൽ പാറ്റേൺസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സ്കൂൾ തലത്തിലും ക്ലാസ് തലത്തിലും ഒക്കെ മേളയ്ക്ക് വേണ്ടിയുള്ള സെലക്ഷൻ നടക്കുന്ന സമയമാണ്. അതുപോലെ 2 തുടർച്ചയായ അവധി ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ രൂപത്തിൽ നല്ലൊരു ചിത്രമാണ് ഇത്തവണ ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഹൈസ്കൂൾ കുട്ടികൾക്കും UP തലത്തിലുള്ള കുട്ടികൾക്കും ചെയ്യാൻ പറ്റിയ നല്ലൊരു ചിത്രം, ഒരുപാട് ഗണിതാശയങ്ങൾ അത്തരത്തിൽ വരുന്ന ഒരു ചിത്രമാണ്. 7ാം ക്ലാസ്സിലാണെങ്കിൽ അംശബന്ധം, റേഷ്യോ, അതുപോലെ പാരലൽ ലൈൻസ്, ഇത്തരത്തിലുള്ള പാഠഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഹൈസ്കൂളിലാണെങ്കിൽ ഒരു ചതുർഭുജം അല്ലെങ്കിൽ 4 വശമുള്ള രൂപം, അതിനെ ഒരേ പെരിമീറ്റർ ആവുമ്പോൾ ഒരേ പെരിമീറ്ററുള്ള ഒരു ചതുർഭുജങ്ങൾ, വ്യത്യസ്ത ചതുർഭുജങ്ങളിൽ എങ്ങനെയാണ് ഏരിയ ഏറ്റവും കൂടുന്നത്. ഏരിയ സ്ക്വയറിനോട് അടുത്ത് വരുമ്പോൾ സ്ക്വയറിൽ ആണ് ഏറ്റവും കൂടുക. അപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ സ്ക്വയറിലേക്ക് അടുത്തടുത്ത് വരുമ്പോൾ അതിൻ്റെ ഏരിയ കൂടുന്നത് കാണാം. അതുപോലെ നിശ്ചിത റേഷ്യോ, കൃത്യമായി ആ ആംഗിൾ എങ്ങനെയാണ് വരുന്നത്. അതുപോലെ സമാന്തര ശ്രേണി എങ്ങനെയാണ് ഈ ചിത്രത്തിലൂടെ കടന്നു വരുന്നത്. അപ്പോൾ 36 ഡിഗ്രി, 72 ഡിഗ്രി, 108 ഡിഗ്രി, 144 ഡിഗ്രി, അങ്ങനെ ആ ശ്രേണിയിലൂടെ ഇത് കൃത്യമായി വളർന്ന് വലുതാവുന്ന ചിത്രം വളർന്ന് വലുതാകുന്ന കാണാം. ഒപ്പം മുഴുവൻ സമേതരക്കട്ടകൾ സമേതരക്കട്ടകൾ തന്നെയാണ്, ചാഞ്ഞും ചെരിഞ്ഞും മറഞ്ഞും നിൽക്കുന്ന സമേതരക്കട്ടകൾ തന്നെയാണ്. അപ്പോൾ വളരെ നല്ല ആയിട്ട് തന്നെ നിങ്ങൾക്ക് വരച്ചെടുക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ നമ്മൾ ഇന്നലെ പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കട്ടെ. 7ാം ക്ലാസ്സിലുള്ള സമാന്തര രേഖകളാണ് ഈ വരയ്ക്കുന്ന വരകൾ മുഴുവൻ സമാന്തര രേഖകളാണ്. ഈ ചിത്രത്തിലും സമാന്തര രേഖകൾ മാത്രമേ വരയ്ക്കുന്നുള്ളൂ, ഏതെങ്കിലും ഒരു വശത്തിന് സമാന്തരമാണ്. മറ്റൊന്ന്, വരയ്ക്കുന്ന എല്ലാ രൂപങ്ങളും റോംബസ് ആണ്. ഹൈസ്കൂൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള സമഭുജ സാമാന്തരീയങ്ങളാണ്. അപ്പോൾ എന്താണ് സമഭുജ സാമാന്തരീയങ്ങൾ അല്ലെങ്കിൽ റോംബസിന്റെ പ്രത്യേകതകൾ, എങ്ങനെയാണ് അതിനെ തിരിച്ചറിയുന്നത്? അപ്പോൾ ഒരു ചതുർഭുജം എപ്പോഴാണ് നമ്മൾ അത് റോംബസ് ആണെന്ന് നിശ്ചയിക്കുന്നത്? എതിർവശങ്ങൾ സമാന്തരമായിരിക്കണം, എതിർവശം ഓപ്പോസിറ്റ് സൈഡ് പാരലലായിരിക്കണം, എതിർ കോണുകൾ തുല്യമായിരിക്കണം. അപ്പോൾ അതുപോലെ വശങ്ങൾ 4 വശങ്ങളും തുല്യമായിരിക്കണം. ഇതൊക്കെയാണ് റോംബസിന്റെ പ്രത്യേകതകൾ. ഇവിടെ നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന എല്ലാ രൂപങ്ങളും റോംബസാണ്. റോംബസ് കൊണ്ട് തന്നെയാണ് നമ്മൾ ചതുരക്കട്ടകൾ. അപ്പോൾ കൃത്യമായി ഓരോന്നിനും വ്യാപ്തവും കൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചാർട്ട് പേപ്പറിൽ വലുതായി വരയ്ക്കേണ്ട അളവിൽ തന്നെയാണ് ഞാൻ കൃത്യമായി പറഞ്ഞു തരുന്നത്. ഒരു ചാർട്ട് പേപ്പറിൽ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് അളവെടുക്കേണ്ടത് ആ രൂപത്തിൽ. അതുപോലെ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ CD മാർക്കർ ഉപയോഗിച്ചിട്ടാണ് വരച്ചത്. പെൻസിൽ കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി കാണാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട്. പക്ഷേ നിങ്ങൾ പെൻസിൽ ഉപയോഗിച്ച് മാത്രമേ വരയ്ക്കാവൂ. ലൈന് വരയ്ക്കുന്ന മാത്രം CD മാർക്കർ ഉപയോഗിച്ചു. അപ്പോൾ സ്കെച്ച് പെന്നല്ല ഉപയോഗിക്കേണ്ടത്, ബ്ലാക്ക് CD മാർക്കറാണ്, പെർമനന്റ് മാർക്കറാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ കളർ കൊടുത്താൽ മാത്രമേ അവിടെ നന്നായിട്ട് നമുക്ക് അവിടെ തന്നെ നിൽക്കൂ. സ്കെച്ച് പെന്നിന്റെ കളത്തിന്റെ ഉള്ളിലാണ് നമ്മൾ കളർ കൊടുക്കുന്നതെങ്കിൽ ആ കളറ് ചെല്ലുമ്പോൾ ആ സ്കെച്ച് പെന്നിന്റെ ബ്ലാക്ക് കളറ് അവിടുന്ന് കലങ്ങാൻ തുടങ്ങും, പടരാൻ തുടങ്ങും. അതുപോലെ വരയ്ക്കുന്നത് ഏറ്റവും നല്ല കട്ടിയുള്ള ചാർട്ട് തന്നെയാവട്ടെ. അപ്പോൾ വരച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കട്ടി കുറഞ്ഞ ചാർട്ട് ഉപയോഗിക്കാം, പക്ഷേ അന്നേരം കീറിപ്പോകാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. പിന്നെ നിങ്ങളൊരു ചിത്രം വരയ്ക്കാൻ എത്ര സമയം എടുക്കുന്നുണ്ട് അതൊന്ന് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം നമുക്ക് മത്സരത്തിന് 3 മണിക്കൂറാണ്. നിങ്ങളെ സ്കൂൾ തല സമയം എത്രയാണെന്ന് അറിയില്ല, അത് സ്കൂളുകാർ അവരെ സൗകര്യത്തിന് വേണ്ടി കൂട്ടുകയോ കുറക്കുകയോ ചെയ്യും. കുറക്കുകയോ ചെയ്യും. പക്ഷെ നമുക്ക് മത്സരത്തിന് അവിടെ കിട്ടുക കൃത്യം 3 മണിക്കൂറാണ്. അപ്പോൾ 3 മണിക്കൂർ കൊണ്ട് ഇത് ഫ്രെയിം ചെയ്ത് കൃത്യമായി ഈ അളവെല്ലാം മനസ്സിൽ നിന്ന് എടുക്കേണ്ടതാണ്.
അളവൊന്നും ഒരു സ്ഥലത്തും എഴുതിയിട്ടിട്ട് അത് നോക്കിയിട്ടല്ല, എല്ലാ അളവും നമുക്ക് മനസ്സിലാണ്. അപ്പോൾ ഈ ചിത്രത്തിന് കൂടുതൽ അളവൊന്നുമില്ല, ലെങ്ത് 4 സെന്റിമീറ്റർ മാത്രം. അപ്പോൾ അത് ഓർക്കാൻ വളരെ എളുപ്പമാണല്ലോ. മറ്റൊന്ന് ഏങ്കിള് 36ന്റെ ഗുണിതങ്ങൾ മാത്രം. 36 ഡിഗ്രി, 72 ഡിഗ്രി, 108 ഡിഗ്രി, 144 ഡിഗ്രി, 180 ഡിഗ്രി, ഇത്രയേ ഉള്ളൂ. ഇതേ ഓർക്കേണ്ടതുള്ളൂ. വേറെ പല കുട്ടികളും പല അളവും മനസ്സിലിങ്ങനെ ഓർക്കേണ്ടി വരും. ഇത് വളരെ എളുപ്പമുള്ളൊരു ചിത്രമാണ്. ഈ രൂപത്തിൽ നമുക്ക് കൂടുതൽ കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആർക്ക് വീശി എങ്ങനെയാണ് ആ രൂപത്തിലേക്ക് എത്തുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ, നല്ല രസകരമായി തന്നെ നിങ്ങൾക്ക് വരച്ചെടുക്കാം. നല്ല മഴയത്തായിരുന്നു ഇത് ഷൂട്ട് ചെയ്തതൊക്കെ. അപ്പോൾ എന്നെ ഇവിടെ നല്ല മഴയാണ്. പുറത്ത് വെച്ചാണ് സാധാരണഗതിയിൽ ഞാൻ ഷൂട്ട് ചെയ്യാറ്. അത് മഴ കാരണം പുറത്ത് വെച്ച് നടത്താൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ വരയ്ക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ ഓർക്കുക. നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മളെ വലത് കൈയിൻ്റെ ആ ഭാഗത്താണ്, അതായത് റൈറ്റ് ഹാൻഡ് ഉപയോഗിക്കുന്നവർ, വളരെ അപൂർവമായിട്ട് ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കുന്നവരുണ്ടല്ലോ. ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ നിങ്ങൾ എവിടെയാണോ വരയ്ക്കുന്നത് ആ ഭാഗത്ത് വെളിച്ചം വരുന്ന രൂപത്തിലാണ്. അതായത് ഒരു ജനലിനോടോ മറ്റോ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ വലത് കൈയിൻ്റെ ഭാഗത്തായിരിക്കണം ജനൽ, എങ്കിൽ മാത്രമേ ആ വെളിച്ചം നിങ്ങൾക്ക് അനുകൂലമായി മാറും. അതുപോലെ വരച്ച് ഒരിക്കലും സ്കെയില് വരയുടെ മേലെ വരരുത്. വരയിൽ നിന്നോ അകന്നകന്ന് പോകുന്ന രൂപത്തിലാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇത് അത്രയൊന്നും കൺഫ്യൂഷനുള്ളതല്ല. അപ്പോൾ UP തലത്തിലുള്ള കുട്ടികളും അതുപോലെ ഹൈസ്കൂളിലുള്ള കുട്ടികളും ഈ 2 കൂട്ടർക്കും പറ്റിയ ഒരുപാട് ആശയങ്ങൾ ഇതിൽ പറയാനുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നന്നായി തന്നെ ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഒപ്പം ഒരു ചെറിയ അപേക്ഷയും കൂടെ, വീഡിയോ പുതുതായി കാണുന്നവർ, അതായത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടമായാൽ മറ്റു ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ ജിയോമെട്രിക്കൽ പാറ്റേൺ അങ്ങനെ ഒരു കാര്യത്തിന് ശരിക്ക് ജീവിതം ഒഴിഞ്ഞു വെച്ച ആളാണ് ഞാൻ. റിട്ടയർ ചെയ്തിട്ട് 11ാമത്തെ വർഷമാണ്. ഈ 11 വർഷവും ഓരോ വിദ്യാലയത്തിലും ഓരോ പരിപാടി, ഓരോ ദിവസത്തെ, അതായത് ഒരു വിദ്യാലയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ ദിവസം മുഴുവൻ അവിടെയാണ്. രാവിലെ 10 മണിക്ക് തുടങ്ങി 4 മണിക്ക് അവസാനിക്കുന്ന രൂപത്തിലുള്ള വർക്ക്ഷോപ്പുകൾ, ശില്പശാലകളാണ്. അത് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ ആദ്യഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ കോഴിക്കോടും പരിസര ജില്ലകളിലും മാത്രമേ പോകുന്നുള്ളൂ. കോഴിക്കോട് ജില്ല, കണ്ണൂർ ജില്ല, വയനാട് ജില്ല, മലപ്പുറം ജില്ല. ഇപ്പോൾ ദിവസവും തിരിച്ച് വീട്ടിലെത്താൻ പറ്റുന്ന രൂപത്തിലുള്ള യാത്രകളെ ഇപ്പോൾ ചെയ്യാൻ ആരോഗ്യം അനുവദിക്കുന്നുള്ളൂ. അപ്പോൾ ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ സ്ഥലത്തും നേരത്തെ എന്നെ ഇടുക്കിയിൽ നിന്നും കട്ടപ്പന നിന്നും ഒരു സാറ് വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും എത്താൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സാറിനോട് ക്ഷമ പറഞ്ഞ് എനിക്ക് സാധിക്കില്ല. അതുപോലെ ആലപ്പുഴ, കൊല്ലം ജില്ല, ഇവിടെ നിന്നൊക്കെ അവരെ സ്കൂളിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ആരോഗ്യം ഒന്ന് മെച്ചപ്പെടുത്തുവാനായിട്ട് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയൊക്കെ ഞാനെത്തും. അതുവരെ ദിവസവും രാത്രിയാകുമ്പോൾ വീട്ടിലെത്തുന്ന രൂപത്തിലുള്ള യാത്രകളെ ഞാനിപ്പോൾ നടത്തുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ക്യാമ്പിൽ വെച്ച് എന്തായാലും നേരിൽ കാണാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. നമ്മൾ ഈ ചിത്രം വരക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചാർട്ട് പേപ്പറിൻ്റെ മധ്യബിന്ദുവിൽ നിന്നും 4 സെൻറ്റിമീറ്റർ റേഡിയസിൽ പെൻസിൽ കൊണ്ടൊരു വൃത്തം വരയ്ക്കുക. ഞാൻ പെൻസിൽ കൊണ്ടല്ല വരയ്ക്കുന്നത്, CD മാർക്കർ കൊണ്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ്. 4 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരച്ച്, സർക്കിൾ ലൈറ്റായിട്ട് വരച്ചാൽ മതി. പിന്നീട് ചെയ്യുന്നത് 0, 36, 72, 108, 144, 180 അങ്ങനെയുള്ള പോയിൻ്റുകൾ ഒന്നും കൂടെ ഇതാ. അപ്പം 0ഉം 180ഉം കറക്റ്റായി വെച്ച് 0 അവിടെയുണ്ട്, 36, 72, 108, 144, 180 എവിടെയുണ്ട് എന്ന് വെച്ചാൽ 36ൻ്റെ ഗുണിതങ്ങൾ.
പിന്നീട് ആ പോയിൻ്റുകൾ യോജിപ്പിച്ചുകൊണ്ട് വൃത്തത്തിൽ മാത്രം ഒരു ഡയമീറ്റർ വരയ്ക്കുകയാണ്. വൃത്തത്തിൻ്റെ പുറത്തേക്ക് ആ ബിന്ദുവിലേക്ക് പോകുന്നില്ല. കാരണം നമ്മൾ പ്രൊട്രാക്ടർ കൊണ്ട് അടയാളപ്പെടുത്തുമ്പോൾ 5 സെൻറ്റിമീറ്റർ അപ്പുറത്തായിരിക്കും പോയിൻ്റ്. ആ പോയിൻ്റിൽ സ്കെയിൽ വെച്ചതിന് ശേഷം സർക്കിളിൽ മാത്രം ഇങ്ങനെ ഡയമീറ്റർ വരച്ച് 10 തുല്യ ഭാഗമാക്കുക. വീണ്ടും നമ്മൾ എടുക്കേണ്ടത് 4 സെൻറ്റിമീറ്റർ തന്നെയാണ്. എന്നിട്ട് 4 സെൻറ്റിമീറ്ററിൽ അടുത്തടുത്ത പോയിൻ്റുകളിൽ നിന്നും പുറത്തേക്ക് ആർക്ക് വീശുകയാണ്. ഈ രൂപത്തിൽ. അപ്പോൾ 10 വശമുണ്ട്. 10 ഭാഗത്തുനിന്നും നമ്മളിങ്ങനെ ആർക്ക് വീശി പുറത്തേക്ക് പോകുമ്പോൾ 10 പുതിയ പോയിൻ്റുകൾ കിട്ടും. അപ്പോൾ ഒന്നും കൂടെ ഓർക്കുക, നിങ്ങൾ ചെയ്യേണ്ടത് നിറം കുറഞ്ഞ പെൻസിൽ ഉപയോഗിച്ചാണ് ഈ ആർക്ക് വീശുന്നതും വൃത്തം വരക്കുന്നതും ഒക്കെ. പക്ഷേ ഞാനങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് തീരെ കാണില്ല എന്നുള്ളതുകൊണ്ട് CD മാർക്കർ ഉപയോഗിക്കുന്നു. കൃത്യമായിട്ട് വേണമെങ്കിൽ 2 വരകൾ ഒരേ സമയത്ത് വരയ്ക്കാൻ പറ്റുന്ന തരത്തിൽ ചെയ്യാം. ഇനി അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോന്നായിട്ട് വരച്ചാൽ ഒരേ സമയം മേലെയും താഴെയും കൃത്യമായിട്ട് ആ പോയിൻ്റിൽ നിന്ന്, നമ്മൾ പുതുതായി കണ്ടെത്തിയ പോയിൻ്റിൽ നിന്ന് അതിൻ്റെ അറ്റത്തേക്ക്, അതായത് ഡയമീറ്റർ എവിടെയാണോ അവസാനിക്കുന്നത് ആ പോയിൻ്റിലേക്കാണ്. അപ്പോൾ അത് തിരിച്ചും വരക്കേണ്ടതുണ്ട്. തിരിച്ചും വരക്കുമ്പോൾ നമുക്കൊരു റോംബസാണ് കിട്ടുക. സമഭുജ സാമാന്തരികമാണ് കിട്ടുക. ഞാനിത് എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യാം. നമ്മൾ മേളക്കൊക്കെ ചെയ്യുമ്പോൾ സ്പീഡാണല്ലോ പ്രധാനം. അതുകൊണ്ട് ഇങ്ങനെ ഒരേ സമയം നമ്മൾ വര കറക്റ്റാണെങ്കിൽ കേട്ടോ, നമ്മളെടുത്ത റേഡിയസിൽ സർക്കിളും കട്ട് ചെയ്തതും അതുപോലെ യോജിപ്പിക്കുന്നതും ഒക്കെ റെഡിയാണെങ്കിൽ, അപ്പോൾ ഇപ്പോൾ വരക്കുന്നതും 4 സെൻറ്റിമീറ്റർ ആണല്ലോ. തിരിഞ്ഞ് വരുമ്പോൾ അത് മുഴുവനായിട്ടും റോംബസായി മാറി. സമഭുജ സാമാന്തരികങ്ങളാണ് 10 എണ്ണം കിട്ടുക. ഇനി ആ ഓരോ സ്റ്റാറിൻ്റെ മുനയിൽ നിന്നും വീണ്ടും പുറത്തേക്ക് 4 സെൻറ്റിമീറ്റർ. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ചെറിയ പേപ്പറിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചാർട്ട് പേപ്പറിൻ്റെ മധ്യഭാഗത്തുനിന്ന്, എനിക്കെന്താണെന്ന് വെച്ചാൽ ഇത് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിൽ സർക്കിളും ആർക്കും ഒക്കെ ഇല്ലേ, അതും CD മാർക്കർ ഉണ്ടായതുകൊണ്ട് മയക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാണ് തൽക്കാലം ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ചെറിയ പേപ്പറിൽ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ തിരിച്ചും മറിച്ചും 4 സെൻറ്റിമീറ്റർ കൊണ്ട് ആർക്ക് വീശുമ്പോൾ വീണ്ടും പുതിയ 10 പോയിൻ്റുകൾ കിട്ടി പുറത്ത്. ഇനി ആ പോയിൻ്റുകൾ ചേർത്ത് നേരത്തെ ചെയ്തതുപോലെ യോജിപ്പിക്കണം. അപ്പോഴും നമുക്ക് കിട്ടുന്നത് നേരത്തെ പറഞ്ഞ പോലെ റോംബസാണ്. പക്ഷേ 2ാം ഘട്ടത്തിലെത്തുമ്പോൾ ആ റോംബസിന് വലുപ്പം കൂടി, ഏരിയ കൂടി, പക്ഷേ പെരിമീറ്റർ അത് തന്നെയാണ്. നോക്ക്, ആ ആദ്യം വരച്ചതും രണ്ടാമത് വരച്ചതും ഒരേ പെരിമീറ്ററുള്ള ചതുർഭുജങ്ങളാണ്, റോംബസാണ്, സമഭുജ സാമാന്തരികങ്ങളാണ്. പക്ഷേ ആദ്യം ഏറ്റവും ഉള്ളിൽ വരച്ചത് ചെറുതാണ്, അതായത് അതിൻ്റെ ഏരിയ, പരപ്പളവ് ചെറുതാണ്. രണ്ടാമത് വരച്ചപ്പോൾ കുറച്ചും കൂടെ വലുതായി. അത് ആ കോണുകളെ പ്രത്യേകതയാണ്. അതായത് നമ്മൾ ഏറ്റവും ഉള്ളിലെടുത്തത് 36 ഡിഗ്രിയാണ്. ചെറിയ കോണിൻ്റെ അളവ് 36 ഡിഗ്രിയാണ്. അപ്പോൾ 36ഉം 36ഉം 72ഉം കഴിച്ച് ബാക്കി എത്രയാണോ 288 ഉണ്ടാകുക. അപ്പോൾ ഓരോന്നും പകുതിയാകുമ്പോൾ 144 അതിൻ്റെ എതിർവശത്ത് കോണ്. അപ്പോൾ 1:4 എന്നുള്ള രൂപത്തിലാണ് അതിൻ്റെ അംശബന്ധം, കോണുകൾ തമ്മിലുള്ള അംശബന്ധം ഉള്ളിൽ. എന്നാൽ പിന്നീട് മേലേക്ക് എത്തുമ്പോൾ അത് മാറുന്നുണ്ട്. അപ്പോൾ 72 അപ്പുറത്തേക്ക് ഒന്ന് 108 ആയിരിക്കും. നമുക്ക് കൃത്യമായിട്ടൊന്ന് അളന്ന് നോക്കിയിട്ട് പറയാം. വീണ്ടും പുറത്തേക്ക് ആർക്ക് വീശുകയാണ്. ഇത് തന്നെ. അപ്പോൾ റേഡിയസിനൊരു മാറ്റവും ഇല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രൂപത്തിൽ യോജിപ്പിച്ച് വരയ്ക്കുക. അപ്പോൾ
ഈ പേപ്പറിൽ കൊള്ളുന്ന രൂപത്തിൽ ഞാൻ CD മാർക്കർ ഇട്ട് വരച്ച് കാണിക്കുകയാണ്. അതിനുശേഷം വലിയ പേപ്പറിൽ കാണിച്ചു തരാം. എല്ലാം നേർരേഖ കൊണ്ടാണ് യോജിപ്പിക്കുന്നത്. എല്ലാ നേർരേഖേൻ്റെയും ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ ആണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ 4 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള ചതുർഭുജങ്ങൾ മേലോട്ട് എത്തുന്തോറും വലുതായി വരുന്നതായിട്ട് കാണാം നിങ്ങൾക്ക്. ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ വലുതാവില്ല, ചെറുതായി പോകുന്നതാണ് കാണുക. യെസ്. ഇനി നോക്ക്, അതിൻ്റെ മേലെ വീണ്ടും നമ്മൾ ആർക്ക് വീശുകയാണ്. 4 സെൻറ്റിമീറ്റർ അങ്ങനെ ചുറ്റും വരണം. അപ്പോൾ അത് തമ്മിൽ യോജിപ്പിക്കുമ്പോൾ എന്താ കിട്ടുന്നത് നോക്ക്. ഇതാ ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഒന്നും കൂടെ ചെറുതായി വരിക ചെയ്താ ഈ 2 പോയിൻ്റുകൾ യോജിപ്പിച്ച്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് കൊടുത്തത്, ചെറുത്. അപ്പോൾ ചെറുത് വലുതായി പിന്നീടത് വീണ്ടും ചെറുതായി വരികയാണ്. യെസ്. അപ്പോൾ വലിയ പേപ്പർ, ചാർട്ട് പേപ്പറിൽ ഞാൻ പെൻസിൽ ഉപയോഗിച്ച് വരച്ചതാണ്. അപ്പോൾ ആർക്കെല്ലാം നമുക്ക് മയക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ചുറ്റും ചെയ്തതിന് ശേഷം പിന്നീട് ചെയ്യുന്ന നോക്ക്. അവിടുന്ന് ഞാൻ 2 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നത്, പക്ഷേ നിങ്ങൾ എടുക്കേണ്ടത് 4 സെൻറ്റിമീറ്റർ. ആ അറ്റത്തുനിന്ന് 4 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ പുറത്തോട്ട്. അപ്പോൾ ചാർട്ട് പേപ്പറിൽ നിങ്ങൾ വരയ്ക്കുന്ന എല്ലാ വരകളും 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇങ്ങനെ വെക്കുമ്പോൾ സ്കെയിലിൻ്റെ ഒരറ്റം കൃത്യമായി മധ്യബിന്ദു തന്നെയാണ് വരുന്നത്. എന്നിട്ട് ആ മുനയിൽ നിന്നാണ് നമ്മൾ കൃത്യമായി 4 സെൻറ്റിമീറ്റർ പിന്നോട്ട് വരയ്ക്കുന്നത്, മുകളിലോട്ട് വരയ്ക്കുന്നത്. യെസ്. അപ്പോൾ എപ്പോഴും മധ്യബിന്ദുവിൽ സ്കെയിലിൻ്റെ അറ്റം ഉണ്ടാവണം. മറ്റേ അറ്റം അതിൻ്റെ കോണിൽ, അതായത് 10 വശങ്ങളുള്ള ഒരു ബഹുഭുജമാണ്, ആ കോണിലാണ് വരുന്നത്. അവിടെ നിന്നാണ് 4 സെൻറ്റിമീറ്റർ പുറത്തേക്ക് എടുക്കുന്നത് എല്ലാ ഭാഗത്തു നിന്നും. അപ്പോൾ 10 എണ്ണം ഉണ്ടാവും. യെസ്. അപ്പോൾ ഒന്നുകൂടി ഓർക്കുക, എൻ്റെ പേപ്പർ ചെറുതാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളെടുക്കേണ്ട 4-ന് പകരം 2 എടുത്തത്. നിങ്ങൾ 4 സെൻറ്റിമീറ്ററാണ് എടുക്കേണ്ടത്. ഇപ്പോഴും 4 സെൻറ്റിമീറ്റർ എടുത്തിട്ടാണ് ആർക്ക് വീശിയിട്ട് പുറത്ത് പോയിൻ്റ് കിട്ടേണ്ടത്. 4 സെൻറ്റിമീറ്ററിൽ ആർക്ക് വീശുന്ന പുതിയൊരു പോയിൻ്റ് കിട്ടുന്നു. അവിടെ നിന്ന് തിരിച്ചും മറിച്ചും ആർക്ക് വീശി മുറിക്കുക. യെസ്. അപ്പോൾ പുതിയ 2 പോയിൻ്റുകളാണ് അത്. അപ്പോൾ അവിടത്തേക്കാണ് വരക്കുന്നത്. അപ്പോൾ ഒരു വി ഷേപ്പ് അവിടെ ഗ്യാപ്പായിട്ട് വരും. അതുപോലെ ഓരോ സമചതുര കട്ടകളായിട്ട് തിരിഞ്ഞ് വരുന്ന കാണാം. യെസ്. അപ്പോൾ 2 സമചതുര കട്ടകളുടെ ഇടയ്ക്ക് ഒരു വി ഗ്യാപ്പ് ഉണ്ടാവും. ആ രൂപത്തിലാണ് ഈ ഡിസൈൻ ചുറ്റി വരിക. അപ്പോൾ എല്ലാ ഭാഗത്തും, ഇപ്പോൾ 10 ഭാഗത്തും ആ രൂപത്തിലാണ്. അപ്പോൾ ഇത് ആർക്ക് വീശി തന്നെ ചെയ്യണം, വേറെ എളുപ്പ വഴിയൊന്നുമില്ല. 2 വശത്തുനിന്നും ആർക്ക് വീശും, അവിടെ 2 പോയിൻ്റുകൾ കിട്ടും. ആ പോയിൻ്റുകളിലേക്കാണ് അതിൻ്റെ അഗ്രഭാഗത്തുനിന്ന് യോജിപ്പിക്കേണ്ടത്. അപ്പോൾ അടുത്തടുത്ത് 2 പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ എളുപ്പത്തിൽ ഒന്നിച്ച് മധ്യഭാഗത്തു നിന്ന് ആർക്ക് വീശാം. പിന്നെ 2 അറ്റത്തുനിന്നും അതേ സർക്കിളിൻ്റെ ഭാഗത്തു നിന്ന് വൃത്തഭാഗത്ത് തന്നെയാണ് മുറിയുക. യെസ്. വരക്കുന്നത് ഒന്നിങ്ങനെ വരച്ച് അത് യോജിപ്പിച്ച്, അപ്പോൾ അവിടെ ഒരു സമചതുരക്കട്ടയായി. പിന്നെ അടുത്തത് അവിടെ. അപ്പോൾ അത് തമ്മിൽ തൊടില്ല, അവിടെ ഒരു വി, കൃത്യമായൊരു വി ഷേപ്പിൽ ഗ്യാപ്പ് ഉണ്ടാവും. യെസ്.
ഇനി തമ്മിൽ യോജിപ്പിക്കുക. ഇങ്ങനെ ചുറ്റും. ഇപ്പോൾ ഒന്നും കൂടെ ഓർക്കണം, ഞാൻ 2 സെൻറ്റിമീറ്ററിലാണ് വരക്കുന്നതെങ്കിലും നിങ്ങളുടെ എല്ലാ വരകളും ചാർട്ട് പേപ്പറിൽ 4ആണ്, 2ന് പകരം 4ആണ് എടുക്കേണ്ടത്. എനിക്ക് ചാർട്ട് പേപ്പറിൽ വലുതാക്കി വരച്ച് അത് ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഞാൻ ഒരാൾ ചെയ്യുന്നതാണ്, ഞാൻ തന്നെ വരക്കുന്നതാണ്, ഞാൻ തന്നെ ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം മഴയത്ത് ലൈറ്റിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട്, പുറത്ത് വെച്ച് ചെയ്യാനാവില്ല. ഞാൻ സാധാരണഗതിയിൽ പുറത്ത് വെച്ചാണ് ചെയ്യുക. അപ്പോൾ മഴയുള്ളതുകൊണ്ട് അതിന് തീരെ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലാവുമ്പോൾ വെളിച്ചത്തിനൊക്കെ കുറച്ചൊരു കുറവുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് നിറം കുറഞ്ഞ പെൻസിലാണ്. നിറമുള്ള പെൻസിലാണെങ്കിലും നമുക്ക് മാച്ച് പോക്കേണ്ടി വരും, അത് വലിയ ബുദ്ധിമുട്ടാണ്. അതാണ് ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ മാത്രം CD മാർക്കർ കൊണ്ട് വരച്ച് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്കതിൻ്റെ രീതി മനസ്സിലായി. ഇപ്പോൾ പല കുട്ടികളും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് 3D എഫക്റ്റ് ഉള്ളൊരു ചിത്രം സെറ്റാക്കുക എന്നുള്ളത്. ഇതാ അത് കറക്റ്റ് CD ഏറ്റവും ആ മധ്യഭാഗത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും 10 വശമുള്ള ഒരു രൂപം ഉരുണ്ട് വന്നതുപോലെ കാണുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുറത്ത് ഇപ്പോൾ ഓരോ സമേതരക്കട്ടകളായിട്ടും കാണുന്നുണ്ട്. അത് ഈ ചിത്രം അവസാനിക്കുമ്പോൾ കാണുക 10 ഭാഗത്തും 10 ബോൾ പോലെ ഉരുണ്ട് വരുന്ന 10 എണ്ണവും ഉരുണ്ട് വരും എന്ന് പറഞ്ഞാൽ റൗണ്ടിലല്ല, 10 വശത്ത് തന്നെ ഇതേപോലെ 10 വശമുള്ള ഇത്രയും വലുപ്പമില്ലാത്ത ചെറിയൊരു രൂപം, അത് 10 ഭാഗത്തും ഉണ്ടാകും. അപ്പോൾ അത് നല്ലൊരു കാഴ്ചയാണ്, 3D എഫക്റ്റുള്ള നല്ലൊരു ചിത്രമാണ്. ഒപ്പം നമ്മുടെ ഹൈസ്കൂൾ തലത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ UP തലത്തിലും ഉള്ള ഒരുപാട് ആശയങ്ങൾ വരുന്ന ഒരു ചാർട്ടാണ്. ഇനി ആ V ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ നിന്നും പുറത്തേക്ക് ആർക്ക് വീശുകയാണ്, ആ 2 അറ്റത്തുനിന്നും. അങ്ങനെയാണെങ്കിൽ അതെന്താ സംഭവിക്കുക, മറ്റൊരു V വന്ന് അത് അടയുമല്ലോ. എന്ന് വെച്ചാൽ അവിടെ റോംബസാണ് കിട്ടുക. ആ റോംബസ് നമ്മൾ ആദ്യം നിർമ്മിച്ച റോംബസ് പോലെ തന്നെയാണ്, 36 ഡിഗ്രിയിൽ എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയല്ലോ, അതേ സാധനം തന്നെയാണ് നമുക്കവിടെ കിട്ടുക. ഇടയ്ക്ക് പിന്നെ നമ്മളെ റേഡിയസ് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. എനിക്ക് ഇടയ്ക്ക് അബദ്ധം പറ്റാറുണ്ട്. അതായത് നമ്മൾ പെൻസിൽ കൊണ്ട് വരക്കുന്നത് ഒന്നും കൂടെ കാണാൻ വേണ്ടി അമർത്തി വരയ്ക്കുമ്പോൾ അതിൻ്റെ റേഡിയസ് ലേശം കൂടിപ്പോവും. അങ്ങനെ ഒരു പ്രയാസമൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഞാൻ അറിഞ്ഞില്ല. യെസ്, അപ്പോൾ ആ പോയിൻറ്റിലേക്ക് നമ്മൾ ഇപ്പോൾ ഇടുന്ന ആ കട്ട് ചെയ്ത പോയിൻറ്റിലേക്ക് നമ്മൾ ചേർത്ത് വരയ്ക്കും. അപ്പോൾ കറക്റ്റായിട്ട് ഒരു V മറ്റൊരു V കൊണ്ട് ക്ലോസ് ആവും. അപ്പോൾ കിട്ടുന്നത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റോംബസ് തന്നെയാണ്, സമഭുജ സാമാന്തരികം തന്നെയാണ്. അപ്പോൾ പെരിമീറ്റർ വശങ്ങൾ 4 സെൻറ്റിമീറ്റർ ഉള്ള ഒരു റോംബസ് സാമാന്തരികം. യെസ്, അതിങ്ങനെ 10 ഭാഗത്തും. അപ്പോൾ നിങ്ങൾക്കൊരു സംശയത്തിനും ഇടയില്ലാത്ത രൂപത്തിലാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. യെസ്, ഇനി എവിടെയെല്ലാമാണോ ചെയ്യാനുള്ള അതും കൂടെ ചെയ്യുക. ഇനി അതിൻ്റെ അറ്റത്തുനിന്ന് നമ്മൾ റോംബസിൻ്റെ അറ്റത്തുനിന്നും അതുപോലെ അതിൻ്റെ മധ്യഭാഗത്തുനിന്നും കട്ട് ചെയ്യാണ്.
അപ്പോൾ ഒന്നിച്ചങ്ങ് വരച്ചിട്ട് 2 കട്ടിങ്. അപ്പോൾ അത് ചേർത്ത് വരച്ചാൽ വീണ്ടും സമചതുരക്കട്ടകൾ കിട്ടും. വീണ്ടും നമുക്ക് കാണാം ആ വി ഷേപ്പ് പക്ഷേ ഒന്നും കൂടെ അതിൻ്റെ കോണളവ് കൂടി നല്ലോണം വിരിഞ്ഞ് വന്നൊരു വി ആണ് നമുക്കവിടെ കിട്ടുന്നത്. ഇതാണ് എല്ലാ ഭാഗത്തും കിട്ടുക. അപ്പോൾ ആദ്യം ഒന്നിച്ച് അവിടെ മധ്യബിന്ദുവിൽ നിന്ന് ആർക്ക് വീശുകയും, ഇതാണ്ടോ എന്നോ അറിയാണ്ട് കൂടിപ്പോകുന്നുണ്ട്, നിങ്ങളും അതൊന്ന് ചെക്ക് ചെയ്യുന്ന, ഇല്ലെങ്കിൽ വളരെ ടൈറ്റായിട്ടുള്ള കോമ്പസ് ആയിരിക്കണം. പക്ഷേ എനിക്ക് 2 സെൻറ്റിമീറ്റർ എടുക്കുന്നതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട്. നിങ്ങൾ 4 സെൻറ്റിമീറ്റർ എടുക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, കുറച്ചും കൂടെ വലുതായിട്ട് കിട്ടുമല്ലോ. യെസ്. ആ രൂപത്തിൽ മുഴുവൻ ഭാഗങ്ങളിലും ചെയ്യണം. യെസ്. കട്ട് ചെയ്യുന്ന, അപ്പോൾ സാധാരണഗതിയിൽ 4 പോയിൻ്റിൽ വെച്ചിട്ട് ആർക്ക് വീശണം. ഇത് 3 പോയിൻ്റിൽ വെച്ച് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴിയാണ്. ആ മധ്യഭാഗത്തുനിന്ന് ഒരു കുറച്ചധികം ഒന്നിച്ചങ്ങ് വീശിയാൽ 2 ഭാഗത്തും നമുക്ക് മുറിക്കാൻ കിട്ടും. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായി ആർക്ക് വീശിയാണ് ഈ ചിത്രം വരക്കുന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസാണ്. നിങ്ങൾക്ക് ക്ലാസ്സിലുള്ള പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. യെസ്. ഇനി അത് യോജിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വി ഷേപ്പ്, വലിയ വി, നേരത്തെ ചെറുതായിരുന്നെങ്കിൽ ഇത്തവണ കുറച്ച് വലുപ്പമുള്ള, കുറച്ച് വിടർന്ന വിയാണ്. ഈ രൂപത്തിൽ എല്ലാ ഭാഗത്തും വരും. എല്ലാ ഭാഗത്തും എന്ന് പറഞ്ഞാൽ 10 ഭാഗത്തും. നമ്മൾ 10 വശങ്ങളുള്ള ഒരു രൂപമാണ് ഈ വലുതായി വരുന്നത്. ഞാനിപ്പോൾ CD മാർക്കർ കൊണ്ടാണ് വരയ്ക്കുന്നത്. അതായത് ആർക്ക് വീശുന്ന പെൻസിൽ കൊണ്ടും വരയ്ക്കുന്നത് CD മാർക്കർ കൊണ്ടും. അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ മത്സരത്തിന് നമുക്ക് ഒരുപാട് സമയമെടുക്കും. അതായത് പെൻസിൽ കൊണ്ട് വരച്ച് അതിൻ്റെ മേലേക്കൂടെ CD മാർക്കർ കൊണ്ട് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം നഷ്ടപ്പെടും. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് പിന്നെ സംഗതി ഒരു ധൈര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റായിട്ട് CD മാർക്കർ കൊണ്ട് തന്നെ വരയ്ക്കാം. ലൈന് വരക്കുന്ന കാര്യമാണ് പറഞ്ഞേ. സർക്കിളും അതുപോലെ ആർക്കും പെൻസിൽ കൊണ്ടേ ചെയ്യാവൂ, കാരണം അത് മാച്ച് പോക്കാനുള്ളതാണ്. ഞാനതാണ് ആദ്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടി CD മാർക്കർ കൊണ്ട് ചെയ്ത്, അത് പക്ഷേ മായ്ച്ച് പോക്കാനാവില്ല. അതുകൊണ്ടാണ് ഞാൻ ആ പേപ്പർ കളഞ്ഞിട്ട് വേറെ പേപ്പറിലാണ് ഇത് ചെയ്തത്. യെസ്. അപ്പോൾ ജിയോമെട്രിക്കൽ ചാർട്ടിൻ്റെ പ്രത്യേകിച്ചും 3D എഫക്റ്റുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നല്ല ക്ഷമയോടെ ചെയ്യേണ്ടതാണ്. ഹൈസ്കൂൾ കുട്ടികൾക്ക് സ്കൂൾ തല മത്സരവും ക്ലാസ് തല മത്സരവും ഒക്കെ വരുന്നുണ്ടാവും. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. യെസ്. ഓക്കെ. അപ്പോൾ അതും ചുറ്റി വന്ന്, അപ്പോൾ ഇനിയും കഴിയുന്നില്ല. ഇനിയും ആ വി ഷേപ്പിൽ നിന്ന് വീണ്ടും പുറത്തേക്ക് ആർക്ക് വീശണം. അത് ആ വി ഷേപ്പിൽ നിന്ന് വീണ്ടും പുറത്തേക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു വി കൊണ്ട് അടഞ്ഞു കിട്ടും, അതും റോംബസായി മാറും. ഇത് തന്നെയാണ്, ഒരേ രീതിയിലാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷേ ഉണ്ടാവുന്ന രൂപങ്ങൾക്ക് വലുപ്പക്കൂടുതലും വലുപ്പക്കുറവും 4 തരത്തിലുള്ള രൂപങ്ങളാണ് ഉള്ളത്. എല്ലാത്തിൻ്റെയും പെരിമീറ്റർ തുല്യമാണ്. ആ ചതുർഭുജങ്ങൾ ഓരോന്നിൻ്റെയും പെരിമീറ്റർ തുല്യമാണ്, പക്ഷേ ഏരിയയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ
ചതുർഭുജങ്ങളെ ഏരിയ ഒരു 4 വശമുള്ള രൂപത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഏരിയ കിട്ടുക സ്ക്വയറിനാണ്. ഇവിടെ നമുക്ക് സ്ക്വയർ ഇല്ല, സ്ക്വയറിനോട് അടുത്ത രൂപമുണ്ട്. അപ്പോൾ സ്ക്വയറിനോട് അടുത്ത് വരും തോറും ആ ഏരിയ കൂടി വരുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ചേർത്ത് വരച്ച് തിരിച്ചു. യെസ്, അടുത്ത ഒരു തവണ അവിടെ ഒന്ന് ആർക്ക് വീശി വരയ്ക്കുമ്പോൾ നമ്മൾ ആ പറഞ്ഞ് ഉരുണ്ട് വരുന്ന, അതായത് 10 വശമുള്ള മറ്റൊരു രൂപം നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് കാണാം. അത് ഇപ്പോൾ വരയ്ക്കുന്ന നമുക്ക് ഒരു ചെറിയ ബോൾ അവിടെ വന്നില്ലേ, അതാ ചെറിയ ബോൾ. അതെന്ന് വെച്ചാൽ 10 വശമുള്ള രൂപമാണ്. ഇങ്ങനെ 10 എണ്ണം ഉണ്ടാവും പുറത്ത്. ഇങ്ങനെ 10 എണ്ണം പരസ്പരം ഒട്ടിപ്പിടിച്ച രൂപത്തിലാണ് ഉണ്ടാകുക. അപ്പോൾ ഒരേ രീതിയിലുള്ളതായതുകൊണ്ട് ഞാനൊന്ന് സ്പീഡാക്കിയതാണ്. അതേ തരത്തിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആ മധ്യബിന്ദുവിൽ നിന്ന് ആർക്ക് കുറച്ചധികം വീശുകയും 2 കട്ടിങ്ങും എന്നാൽ തിരിച്ചും മറിച്ചും നമുക്ക് ഒരേ സമയത്ത് ചെയ്യാം. അപ്പോൾ ചേർത്ത് വരയ്ക്കുന്ന രണ്ടാമതൊരു ബോൾ അവിടെ വന്ന്, ഇനി ആ 2 വര കൊണ്ട് നമുക്ക് കിട്ടുന്നതെല്ലാം ഒരു ബോളിൻ്റെ രൂപത്തിലേക്ക് വരും. ഓരോന്നും ബോളായിട്ട് ഉരുണ്ട് വരുന്ന കാണുന്നുണ്ടോ? നാല് സെൻറ്റിമീറ്ററിൽ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല രൂപത്തിൽ തന്നെ, നല്ല ഷേപ്പിൽ തന്നെ കിട്ടും. 2 സെൻറ്റിമീറ്റർ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് ആർക്ക് വീശുന്നതും ബന്ധിപ്പിക്കുന്നതും ചെറിയൊരു വ്യത്യാസം വന്നാൽ അതിൻ്റെ ഷേപ്പിന് ചെറിയൊരു പ്രയാസം ഉണ്ടാകും. യെസ്, അപ്പോൾ നമുക്ക് കിട്ടുന്ന രൂപം ഏറ്റവും മധ്യഭാഗത്ത് 10 വശങ്ങളുള്ള ഒരു രൂപം. അപ്പോൾ അത് നിങ്ങൾ വരയ്ക്കുമ്പോൾ 4 + 4 8 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള 10 വശങ്ങളുള്ള ഒരു രൂപമാണ് ഉള്ളിലുണ്ടാവുക. പുറത്തും 10 വശമുള്ള രൂപമാണ്, പക്ഷേ അതിൻ്റെ ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ പകുതി വശങ്ങളുള്ള 10 എണ്ണം പുറത്ത്. യെസ്, ഇത് അപ്പോൾ മുഴുവനായി എല്ലാ ഭാഗത്തും ബോൾ ഉരുണ്ട് വന്ന്. ഇനി നമുക്ക് കളറിംഗ് ആണ്. അപ്പോൾ കളറിങ് കഴിയുന്നതും ലൈറ്റ് കളർ എടുക്കുന്നതാണ് നല്ലത്. ഡാർക്ക് കളർ ഒഴിവാക്കിക്കൊണ്ട് ലൈറ്റ് കളർ എടുത്താൽ നല്ലതാണ്. ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഒരു തരത്തിൽ കാണിക്കുകയാണ്. ഒന്നിടവിട്ട് യെല്ലോ ആണ് കൊടുക്കുന്നത്, ഒന്നിടവിട്ട് തുടർച്ചയായി കൊടുക്കുന്നില്ല. അവിടെ 10 എണ്ണമാണുള്ളത്, അവിടെയുള്ള റോംബസ് 10 എണ്ണമാണ്. അതിൽ 5 എണ്ണം യെല്ലോ കൊടുത്ത് 5 എണ്ണം ഓറഞ്ചും കൊടുക്കുകയാണ്. ഓറഞ്ച്, അപ്പോൾ 5 × 5 = 10. രണ്ടും ലൈറ്റ് കളറാണ് എടുക്കുന്നത്. ഇനി അടുത്തത് ഗ്രീൻ, ലൈറ്റ് ഗ്രീനാണ് എടുത്തത്, ഡാർക്ക് ഗ്രീൻ അല്ല കേട്ടോ. ഈ ചിത്രത്തിന് കഴിയുന്നതും ലൈറ്റ് കളർ എടുക്കുന്നതാണ് നല്ലത്. സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും ഡാർക്ക് കളറും കൂടെ ചേർത്തിട്ടാണ് ഡാർക്കിൽ നിന്നും ലൈറ്റിലേക്ക് പോകുന്ന രൂപത്തിലാണ് ചെയ്യാറ്. പക്ഷേ ഇത് ശരിക്ക് നമുക്ക് ഓരോന്നും ചതുരക്കട്ടകളായി കിട്ടണം, ശരിക്കും ആ കാഴ്ച ഉണ്ടാവണം. അതുകൊണ്ടാണ് രണ്ടാം ഘട്ടത്തിലെടുത്ത് ആ പകുതി ലൈറ്റ് ഗ്രീനും പകുതി ലൈറ്റ് റോസാണ്. ശരിക്കുള്ള റോസല്ല, ലൈറ്റായിട്ടുള്ള റോസ്. യെസ്, ഇത് ലൈറ്റ് ബ്ലൂ ആണ്. കഴിയുന്നതും ലൈറ്റ് കളർ എടുക്കാനാണ് പക്ഷേ മുഴുവനും അങ്ങനെ കിട്ടില്ല, ഇടയ്ക്കൊരു ഡാർക്ക് കളറും എടുക്കേണ്ടി വരും.
ഈ വരകളൊക്കെ നമ്മൾ കുറച്ച് ഡാർക്കാക്കി വരക്കും. അതായത് തടിച്ച പെർമനൻ്റ് മാർക്കർ കൊണ്ട് നല്ല കട്ടിയിൽ വരക്കും. അപ്പോൾ ഈ ലൈറ്റ് കളറ് നന്നായിട്ട് ഷൈൻ ചെയ്യും. അതേസമയം ഡാർക്കാണെങ്കിൽ പിന്നെ അത്ര ഭംഗി ഉണ്ടാവില്ല. ഒരു തടിച്ച ബ്ലാക്ക് ലൈനിൻ്റെ ഉള്ളിൽ ലൈറ്റ് കളറ് കിട്ടുമ്പോൾ നല്ല രസത്തിൽ കാണാം. അത് ഞാനെടുക്കുന്ന കളറ് നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ നിങ്ങൾ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചെയ്യുക കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന ഇപ്പോൾ ബ്രഷ് പെന്നാണ് കേട്ടോ. ബ്രഷ് പെൻ, ഡോംസിൻ്റെ ബ്രഷ് പെൻ, ഡോംസിൻ്റെ. അപ്പോൾ ഈ ചിത്രം മാത്രമേ നമ്മൾ ലൈറ്റ് ആക്കിയിട്ട് ചെയ്യുന്നുള്ളൂ. മറ്റെല്ലാ ചിത്രങ്ങളും ഡാർക്കും ലൈറ്റും കൂടിയാണ് വേണ്ടത്. അപ്പോൾ ഡോംസിൻ്റെ കളർ സെറ്റ്, പെൻ സെറ്റ് വാങ്ങുമ്പോൾ അവർ തന്നെ ലൈറ്റ് കളർ സെറ്റും ഉണ്ട്, ഡാർക്ക് കളർ സെറ്റും ഉണ്ട്. നിങ്ങൾ ഡാർക്ക് കളർ സെറ്റ് വാങ്ങുന്നതാണ് നല്ലത്. എന്നാൽ അതിൽ ഡാർക്കും ലൈറ്റും ഉണ്ടാകും. ലൈറ്റ് കളർ സെറ്റാണ് ലൈറ്റ് മാത്രമേ ഉണ്ടാവൂ. ഇതാ മുഴുവൻ കളർ ചെയ്തെടുത്താൽ ഇതാ ഈ രൂപത്തിൽ ഉരുണ്ട് വരും. കണ്ടോ, ചുറ്റും 10 ബോള് ഉരുണ്ട് നിൽക്കുകയാണ്. യെസ്. ഇനി ഇതാ ആ മധ്യബിന്ദുവിൽ വെച്ചതിന് ശേഷം അറ്റത്ത് അതിൻ്റെ കോണിൽ 1 സെൻറ്റിമീറ്റർ ഇടവിട്ട് പോയിൻ്റ് അടയാളപ്പെടുത്തുകയാണ്. അതായത് സ്കെയിലിൻ്റെ ലെഫ്റ്റ് അറ്റം മധ്യബിന്ദുവിലാണ്. പിന്നീട് കൃത്യമായി 1 സെൻറ്റിമീറ്റർ ഏതാണോ അവിടെ സെൻറ്റിമീറ്ററിനുള്ള അതിന് കണക്കാക്കി വെച്ചുകൊണ്ട് തുടർച്ചയായി 4 പോയിൻ്റ് ഇടുകയാണ്. 1 2 3 4 4 പോയിൻ്റ്. നിങ്ങൾക്ക് ചാർട്ടിന് വലുപ്പം സ്പേസ് പുറത്ത് ഉണ്ടെങ്കിൽ 4-ന് പകരം 6 പോയിൻ്റുകൾ ഇടാം കേട്ടോ. 6 പോയിൻ്റുകൾ. എന്നാൽ ആ ബോർഡർ നല്ല രസത്തിൽ എനിക്കത് ഇനിയും വലുതാക്കാനാവില്ല ഈ പേപ്പറിൽ. അതുകൊണ്ടാണ് ഞാൻ ആ 4 നിർത്തിയത്. കൃത്യമായി ആ മുനയിൽ നിന്നാണ്, ആ യെലോൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ മുനയിലാണ് വെക്കുന്നത്. ഇനി ആ പോയിൻ്റുകൾ ഒന്നാമത്തെ പോയിൻ്റ് ചേർത്ത് വരയ്ക്കുകയാണ്. പിന്നെ 2 ചേർത്ത് വരയ്ക്കുകയാണ്. ആ പോയിൻ്റുകളാണ് ചേർത്ത് വരയ്ക്കുന്നത്. 3 3 4 4. സോറി, 3 വരെയാണ് നമുക്ക് കിട്ടുന്നത്. യെസ്. ഇതാ വരച്ചെടുത്താൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഒരു 6 ഇതുപോലെ വരച്ചാൽ നല്ലത്. അപ്പോൾ ആ ബോർഡർ ഞാൻ ചെയ്തിരിക്കുന്നത് നോക്ക്. അപ്പോൾ അതാ പുറത്ത് നമ്മളെ ബോർഡർ കൊടുത്തിരിക്കുന്നത് ബ്ലാക്കും റെഡുമാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയില്ല, അവിടെ ഒരു വെള്ളേൻ്റെ പോർഷൻ ബാക്കിയുണ്ട്. അതുപോലെ ഉള്ളിലുള്ള കളങ്ങളെല്ലാം വളരെ ഡാർക്കായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ നല്ല ബോൾഡായിട്ടുള്ള പെർമനൻ്റ് മാർക്കർ കൊണ്ട് വരച്ചതാണ്. അതാണ് ആ കളറിന് അത്ര ലുക്ക്. കണ്ടോ, നേരത്തെ കണ്ട ചിത്രം പോലെയല്ല, ഒന്നും കൂടെ ഒരു നല്ല തെളിച്ചത്തോടു കൂടി നമുക്ക് കാണാം. അപ്പോൾ നല്ലൊരു 3D എഫക്റ്റിൽ ഓരോ കട്ടയും പ്രത്യേകിച്ച് തള്ളി നിൽക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നന്നായി ചിത്രം വരയ്ക്കുക. നല്ല രൂപത്തിൽ ഇതിൻ്റെ ആശയങ്ങളെല്ലാം മനസ്സിലാക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.